പണ്ടൊക്കെ എന്തെങ്കിലും അനുകൂലമായൊരു തീരുമാനം വന്നാ അതൊക്കെ എല്ലാം നിന്റെ അമ്മ ചെയ്തതാണെന്ന് നമ്മൾ ഉടനെ ചാടി കയറി പറയും. പക്ഷെ ഇതെല്ലാം ഈ അച്ഛന്റെ ബുദ്ധിയാ. സിതാരയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചതും ആരുമറിയാതെ സിതാരയെ ഇവിടുന്ന് പറഞ്ഞയച്ചതും ഒക്കെ അച്ഛനാ. അതുകൊണ്ട് മോളതിന്റെ നന്ദി അച്ഛനോട് കാണിക്കണം കേട്ടാ. ഒന്ന് ചിരിക്കടി മോളെ. ഇപ്പൊ ചിരിച്ചില്ലെങ്കി പിന്നെ നീ എപ്പ ചിരിക്കാനാ? ആദ്യം അവരുടെ ഡിവോഴ്സ് നടക്കട്ടെ, എന്നാലെങ്കിലും നീ എന്നെ ഒന്ന് വിശ്വസിക്കലോടി മോളെ. ഡിവോഴ്സ് നടന്നാ ഞാൻ വിശ്വസിക്കാം. അതുവരെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതെ, അനുഭവം കൊണ്ടാ. നിർമ്മലെ, ഇവള് പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷെ ഇതിപ്പോ ഏതായാലും മൂത്ത് പഴുത്ത് നിൽക്കുക. ഇനിയിപ്പോ നമ്മളായിട്ടൊന്ന് തള്ളിയിട്ട് കൊടുത്താൽ മതി, അത് താഴെ വീട് ചെതറും. പിന്നെ ഗാഥ ഗാഥയുടെ വഴിക്ക്, നവീൻ നവീന്റെ വഴിക്ക്, നമ്മൾ 3 പേരും നമ്മുടെ വഴിക്ക്. സിനി, അവിടെ നടന്നൊന്നും തൽക്കാലം ഗാഥമോളോട് പറയണ്ട. മാം, നവീൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാരും കൂടെ നവീനെ ഫോഴ്സ് ചെയ്താവും, അല്ലാതെ അങ്ങനെ സംഭവിക്കില്ല. എല്ലാം വെട്ടിമുറിച്ചതിന്റെ ലക്ഷണമാണ് നമ്മളെ ഇറക്കി വിടാനായിട്ട് അവരയാളെ ചുമതലപ്പെടുത്തിയത്. എങ്ങനെ ഇക്കാര്യം അവളുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്ന് എനിക്കറിയില്ല സിനി. ആത്മഹത്യ ചെയ്യുമെന്നുള്ള അവളുടെ ഭീഷണി വെറും വാക്കല്ല. ഇപ്പൊ ഗാഥ മാഡം ചോദിച്ച ഞാനെന്താ പറയണ്ടേ? എല്ലാവരോടും സംസാരിച്ചു, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, അങ്ങനെ പറഞ്ഞാൽ മതി. സിനി ഒന്ന് പറയണം. എനിക്ക് അവളുടെ മുഖത്ത് നോക്കി കള്ളം പറയാനായിട്ട് പറ്റില്ല. മമ്മി, എന്തായി മമ്മി പോയിട്ട്? നവീനോട് സംസാരിച്ചോ? അവിടെ എല്ലാവരെയും കണ്ടോ? ഗാഥ മാഡത്തിന് വേണ്ടി ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയ അത് പൂർത്തിയാക്കാതെ സിത്താര മാം തിരിച്ചു വരുമോ? എല്ലാവരോടും സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ഒരുവിധം ഓക്കെയാ. താങ്ക് യു മമ്മി. ഓ, സത്യം പറഞ്ഞാ ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. അത് മമ്മിയോട്ട് അവസാനിപ്പിച്ചല്ലോ. നവീൻ വരുമോ മമ്മി? ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ നവീൻ ഓക്കെ ആണോ? എല്ലാം ഓക്കെ ആകും മാഡം. എല്ലാ കാര്യങ്ങളും അവർക്കൊന്ന് ആലോചിക്കണമല്ലോ. ആലോചിക്കട്ടെ. നിർമ്മലയും കുടുംബത്തെയും പുറത്താക്കി നവീൻ എന്റെ മുന്നിൽ വന്നു നിന്നാൽ ആ നിമിഷം ഞാൻ നവീന്റെ കൂടെ പോവും. പിന്നെ ഞാൻ ഒരാളോടും ദേഷ്യപ്പെടില്ല. സ്നേഹിക്കാൻ മാത്രമേ സമയം കിട്ടൂ. മമ്മി, ഐ ആം ഷുവർ ഇനി ഒരിക്കലും മമ്മിക്ക് എന്റെ കാര്യത്തില് ഇടപെടേണ്ടേ വരില്ല. ഓ, ഒന്ന് ചിരിക്കും മമ്മി.